ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാക്ക് യാർഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. നമ്മുടെ വീടിന് ബാക്കിൽ ഇതാ ഇങ്ങനൊരു ചെറിയ സ്പേസ് ഉണ്ട്. ഇത് വാങ്ങിച്ചപ്പോഴത്തെ നമ്മൾ താമസിക്കാൻ വന്ന സമയത്തെയാണ് കേട്ടോ. അതങ്ങനെയായിരുന്നു. അത് ജസ്റ്റ് ഒരു ബാക്കിൽ മണ്ണുണ്ട്, അതിന് മേലെ ഷീറ്റ് ഇട്ട് അതിന് മേലെ മെറ്റൽ ഇട്ടിരിക്കുകയാണ്, ചെറിയ മെറ്റൽ. ഓക്കെ, അതങ്ങനെയായിരുന്നു. പിന്നീട് ഞാനും അച്ഛനും കൂടെ അവിടെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചു. ആദ്യം മുരിങ്ങ വെച്ചു. മുരിങ്ങ 2 കമ്പാണ് അച്ഛൻ കുത്തിയത്. രണ്ടും നല്ല വലിയ മരമായി. പിന്നെ പപ്പായ വെച്ചു ഞങ്ങൾ. അതും നല്ല അടിപൊളിയായിട്ട് കുറേ പപ്പായ നമുക്ക് കിട്ടി. അതേപോലെ മുരിങ്ങയിൽ നിന്നാണേലും ഇലയും ഡ്രം സ്റ്റിക്സ് ഒക്കെ കിട്ടി. ഇഷ്ടംപോലെ നമ്മൾ യൂസ് ചെയ്തു. പിന്നെ പതുക്കെ പതുക്കെ വേറെ കുറേ വെജിറ്റബിൾസ് വെച്ചു. വെള്ളരിക്ക, മത്തൻ, തക്കാളി, മുളക്, പയറ്, അങ്ങനെ കുറേ കുറേ ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് ഞാൻ ഗ്രോ ചെയ്തു. അപ്പോൾ ഓവർ ദ ഇയേഴ്സ് ആ ബാക്കിൽ അത് മൊത്തം മണ്ണും മെറ്റലും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി. പിന്നെ അവസ്ഥ ഇച്ചിരി ഇതായി. ഒരു എന്താ പറയുക, പിന്നെ മഴയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ആകെ മൊത്തം അതിൻ്റെ ഒരു നീറ്റ്നെസ് പോയി. പിന്നെ അത് കൂടാണ്ട് ബാക്കിന്ന് എന്താ പറയുക, ബാക്കിൽ ഓപ്പൺ സ്പേസാണ്. അപ്പോൾ അവിടുന്ന് ഇടയ്ക്ക് പാമ്പും പിന്നെ പെരിച്ചാഴിയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഉടുമ്പ് അങ്ങനെയൊക്കെ വരും. ഉടുമ്പ് പിന്നെ മതിലിന് മേലെ ഇടയ്ക്കൊക്കെ താഴേക്ക് ഇറങ്ങുള്ളൂ. പക്ഷേ പാമ്പും ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഇതിലാകുമ്പോൾ പെട്ടെന്ന് കാണൂല്ലല്ലോ, മെറ്റലാകുമ്പോൾ. മെറ്റലും പുല്ലും നല്ലോണം ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും ഇൻ്റർലോക്ക് ചെയ്തേക്കാം, ടൈൽസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നമ്മളവിടെ ചെയ്തു. ഇത് സൈഡിൻ്റെ പോർഷനായിട്ട് ഇങ്ങനെ 2 സൈഡിലും ഇങ്ങനെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അപ്പം ഞാനവിടെ ചെറിയ ക്രീപ്പേഴ്സ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അത് കളയണം എന്നുണ്ടായിരുന്നില്ല എനിക്ക്. അത് വെച്ച സമയത്തെ വീഡിയോ ആണ്. പക്ഷെ അത് അത്യാവശ്യം നമ്മൾ ഈ ഇൻ്റർലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അത് അത്യാവശ്യം ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു വോളിൽ. അപ്പോൾ എനിക്കത് കളയണം എന്നുണ്ടായിരുന്നില്ല. സോ നമ്മളെന്ത് ചെയ്തു, ആ ഒരു ചെറിയ അതാ ഗ്രൗണ്ടിനോട് നട്ടിരിക്കുന്ന ആ പോർഷൻ മാത്രം സിമെൻറ്റ് ചെയ്യാണ്ട് അങ്ങനെ തന്നെ വിട്ടിട്ട് ബാക്കി മൊത്തം ചെയ്തെടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ മൊത്തം നമ്മൾ വൈറ്റും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനാണ്. എനിക്ക് ബ്ലാക്ക് ചെറുതായിട്ട് മതിയായിരുന്നു, അധികവും വൈറ്റ് വേണമായിരുന്നു. സോ അതിനകത്ത് എന്തുണ്ടെങ്കിലും നമുക്ക് കാണാമല്ലോ, എന്ത് ആണെങ്കിലും നീറ്റായിട്ടും കിടക്കും. സോ അതൊക്കെ ഉണ്ടോ, ജസ്റ്റ് ആ ഒരു ചെറിയ പോർഷൻ മാത്രം വിട്ടിട്ട് ബാക്കി മൊത്തം ചെയ്തു. ഇപ്പം അത് ഇത്രയായി നമ്മൾ ടൈൽ ചെയ്യുന്ന സമയത്ത്. ഇനിയിപ്പം ഒന്ന് പതുക്കെ പതുക്കെ ഇവിടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ ചെടികളാണേലും ഒക്കെ ഞാൻ ഡ്രമ്മിലേക്ക് മാറ്റി. ഇനി പതുക്കെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം എനിക്ക് ബാക്കിൽ. അപ്പോൾ ഞാൻ ഇപ്പം എനിക്ക് ബാക്കിലുള്ള ചെടികളെല്ലാമൊന്നുമില്ല, ചെറുതായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം എൻ്റെ ഗാർഡനിലുള്ള സാധനങ്ങൾ. ഇത് ആദ്യം തന്നെ ഇത് അൽഫോൻസോ മാംഗോ ആണ്. ചെറിയ തൈയാണ്, 2 വർഷം മുമ്പ് വാങ്ങിയതാണ്, ഡ്രാഫ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ അത് പൂവിട്ട് തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ അതിന് വേണ്ട ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് ഡ്രമ്മിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, വലിയൊരു ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ വേറെ കുറേ വെജിറ്റബിൾസൊന്നും ഇല്ല. ഇത് ടൊമാറ്റോസ്, പിന്നെ ഇച്ചിരി ബ്രിഞ്ചലുണ്ട്, പിന്നെ മുരിങ്ങ, പിന്നെ കരിവേപ്പില, അതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് വെജിറ്റബിൾസ് ആയിട്ട് അങ്ങനെ ഒന്നും ഇല്ല ഇപ്പം. ഇനി ആദ്യമേ തുടങ്ങണം ഒന്നുകൂടിയും പ്രോപ്പറായിട്ട്. ഇത് കുറ്റി കുരുമുളക് കേട്ടോ. ഇതും ചെറിയ ബുഷിയായിട്ടാണ്, പക്ഷേ അത്യാവശ്യം കിട്ടുന്നുണ്ട് കുരുമുളകൊക്കെ. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പ്രോപ്പറായിട്ടൊരു എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. എല്ലാം ഒന്ന് പ്രോപ്പറായി സെറ്റാക്കി എടുത്തിട്ട്. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.